ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള സാദാത്തുക്കൾ, ഉമറാക്കൾ, മുഹിബ്ബീങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഖുറത്തുസ് സാദാത്ത് തങ്ങളുടെ 40-ാം ദിവസം നടക്കുന്ന വേദിയിലാണ് നമ്മളുള്ളത്. കൂടുതലായി നീട്ടി പറയുന്നില്ല. 2 വാക്ക് ബർക്കത്തിന് വേണ്ടി, ഖുറത്തുസ് സാദാത്തിൻ്റെ ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് നിർത്തും ഇൻഷാ അല്ലാഹ്. തങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അവരത്ര തവക്കലാക്കിയ ഒരു മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ അള്ളാഹിനെ തവക്കലാക്കണം എന്ന് പറയാമെന്നല്ലാതെ എന്തൊരു വിഷയത്തിലും അള്ളാഹുണ്ട്, അള്ളാഹ് മാറ്റിത്തരും, അള്ളാഹ് ഇതാക്കി തരും. അവരുടെ മക്കളെ വിഷയത്തിലാണെങ്കിലും സ്വന്തം വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവർക്ക് ഒരു കടുത്ത പനി ബാധിച്ച സമയത്ത് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് ഒരു ഗ്ലൂക്കോസ് ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്ത് വരാമെന്ന് പറയുമ്പോൾ പോലും വേണ്ട, നിങ്ങൾ ചെറിയൊരു ഗുളിക തന്നാൽ മതി, ബാക്കി അള്ളാഹ് നോക്കിക്കോളും എന്ന് ബുറുദ മന്ത്രിച്ച് അല്ലെങ്കിൽ അക്സാംബൈത്ത് മന്ത്രിച്ച് മാത്രം ശിഫ നേരിട്ട് കണ്ട അനുഭവങ്ങളുണ്ട്. അതുപോലെ കാലിൽ ഒറിയുണ്ടെങ്കിൽ അത് വേണ്ട, അത് ഇവിടുന്ന് ഡ്രസ്സ് ചെയ്താൽ മതി, ഇവിടുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അത്രയും അള്ളാഹിനെ തവക്കലാക്കി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ വേറെ കണ്ടിട്ടില്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് അസ്വസ്ഥതകളൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, എനിക്ക് അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി ഹിക്മത്തിനോടെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്തായി, ഇപ്പം ഒന്നുമില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അത്രയും ആ ഒരു നിലയ്ക്ക് ജീവിച്ച മഹാനാണ്. അവരെ കൂടെ പല തവണ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, സിയാറത്ത് യാത്രകളിലും മറ്റൊക്കെ. 24 യാത്രകളുടെ നീളം ഖുർആൻ കയ്യിലുണ്ടാവും. ഖുർആൻ ഓതി അല്ലെങ്കിൽ അദ്കാറുകളെ ഓതി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോഴാണെങ്കിലും മറ്റുമൊക്കെ ഖുർആനും നിസ്കാരവുമല്ലാതെ ഒരു ആളുകൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മന്ത്രിച്ച് തിരിച്ചു വന്ന് ബാക്കി ഖുർആനിൽ ഉടനീളം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത്. അവർ സാദാത്തുകളും മറ്റുള്ളവരൊക്കെ പറഞ്ഞ പോലെ ഏകദേശം 2 വർഷത്തോളമായി ഈ മരണത്തെ കാത്ത് ഒക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭാര്യ മാതാവ് മരിച്ച സമയത്ത് അവർ പറയുകയുണ്ടായി, ഇനിയിപ്പോൾ എന്താ അവസ്ഥ, നമ്മളൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല, അപ്പം ഇനി മരിച്ചു പോകാനാണ് നല്ലത് എന്നുള്ളൊരു വാക്ക്. അതൊക്കെ എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ തേട്ടി വരുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് മകന് ചാവക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വിളിച്ചു വരുത്തി, നിങ്ങളെൻ്റെ കൂടെ വേണം എന്ന് പറഞ്ഞ് മകനെ കൂടെ കൂട്ടിയ സമയത്ത് നമ്മൾ പറഞ്ഞു, മസൂദിൻ്റെ കല്യാണമല്ലേ, കല്യാണമൊക്കെ വരാൻ പോവുകയില്ല, അവർക്ക് ഒരു ജോലിയൊക്കെ വേണ്ടേ, അത് ഞാൻ കൊടുത്തോളൂ, എൻ്റെ ഒപ്പം ഇപ്പോൾ വേണം എന്ന് പറഞ്ഞ് കൂടെ 2 വർഷം കൂടെ കൂട്ടുകയും 6 മാസമായി പല ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ട് വലിഞ്ഞ് ഫുള്ളായിട്ട് മക്കളെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. മരിക്കുന്ന ഒരാഴ്ച മുമ്പ് കാണുമ്പോൾ വരെ അതിൻ്റെ സൂചനകൾ തന്നിട്ടാണ് പോയിട്ടുള്ളത്. അതൊക്കെ അതിൻ്റെ സൂചന ആയിരുന്നു എന്നുള്ളത് മരിച്ച സമയത്താണ് മനസ്സിലാകുന്നത്. റബ്ബ് തആല അവരുടെ ദർജ ഉയർത്തുമാറാകട്ടെ, അവരുടെ മദദ് ഞങ്ങൾക്കെല്ലാവർക്കും തരുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും നിങ്ങളുടെ ദുആയിൽ നമുക്കും കുടുംബത്തിനുള്ള എല്ലാവരുടെയും ക്ഷമക്ക് വേണ്ടിയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.